ഹലോ ആർസണൽ ഫാൻസ്, ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ടു മലട്ടോക്സ് ആർസണൽ. മലട്ടോക്സ് ആർസണലിന്റെ മറ്റൊരു റിവ്യൂ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മള് ആർസണൽ ക്രിസ്റ്റൽ പാലസ് മാച്ചിനെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന്റെ കൂടെ നമ്മുടെ കൂടെ നിന്ന് ജോയിൻ ചെയ്യാൻ പോകുന്നത് ദീപക് ബ്രോ, അതുൽ ബ്രോ ആണ്. നമുക്ക് അവരെ സ്ട്രീമിലോട്ട് ആഡ് ചെയ്യാം. ഹലോ ഗൈസ്, വെൽക്കം ടു ദ സ്ട്രീം. അപ്പോ ക്രിസ്റ്റൽ പാലസ് വേഴ്സസ് ആർസണൽ, നമ്മൾ കഴിഞ്ഞ ആഴ്ച അവരെ എമിറേറ്റ്സിൽ വെച്ച് കാരബോ കപ്പിൽ തോൽപ്പിച്ചതിന്റെ ബാക്ക് ഓഫ് ദാറ്റ് മാച്ച് നമ്മൾ നേരെ അവരുടെ ഹോമിൽ പോയിട്ട് ഒരു ഗംഭീര വിജയം നേടി. 5-1 എന്നുള്ള സ്കോർ ലൈനില് ഒരു മികച്ചൊരു പ്രകടനം നമ്മൾ കാഴ്ചവെക്കുന്നതും കണ്ടു. അപ്പം അതുൽ ബ്രോ, എന്താണ് യുവർ തോട്ട്സ് ഓൺ ദാറ്റ് ഗെയിം? കുറെ നാൾക്ക് ശേഷം നമ്മളുടെ ഒരു ക്ലിനിക്കൽ പെർഫോമൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അടുപ്പിച്ച് 2 ഡ്രോയ്ക്ക് ശേഷം ഓപ്പൺ പ്ലേയിൽ കൂടി കുറെ ചാൻസസ് ക്രിയേറ്റ് ചെയ്തു. അതേപോലെ തന്നെ ഒപ്പോസിഷന് കാര്യമായിട്ട് ആദ്യത്തെ ഒരു 30 മിനിറ്റ്സിന്റെ ഒരു കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളമുള്ള ഒരു പ്ലേ അല്ലാണ്ട് പിന്നീട് ഫുൾ നമ്മളെ കൺട്രോളിൽ തന്നെ ആയിരുന്നു മൊത്തത്തില്. അപ്പോ എന്തൊക്കെയായാലും കോർണർ FC അല്ലെങ്കിൽ ആ ഒരു പേര് കുറച്ച് മാറ്റി പിടിക്കാൻ സമയമായെന്ന് തോന്നുന്നു. കോർണർ FCയും അതേപോലെ തന്നെ ഓപ്പൺ പ്ലേ FC ആയിട്ട് കുറച്ച് നാൾ ആർസണൽ മുന്നോട്ട് പോകുന്നതാണ് തോന്നുന്നത് ഈ ഒരു ഗെയിമോട് കൂടി. യെസ്, ദീപക് ബ്രോ, ഇപ്പൊ ഈ മാച്ചിനെ കുറിച്ച് ഞാൻ പറഞ്ഞു വരുമ്പം അതായത് എനിക്ക് മൊത്തത്തിലൊരു ടാക്ടിക്സും പലരും പറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ ഇപ്പൊ നമ്മൾ കളിക്കുന്ന ഒരു വളരെ കോമ്പറ്റീറ്റീവ്, അതായത് ഒരു കപ്പ് ടീമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പലരും പറയുന്നത്. അതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? കപ്പ് ടീമായിട്ട് കളിച്ചോണ്ടിരിക്കുന്ന പറഞ്ഞാൽ പ്ലേയേഴ്സ് ചില സമയത്ത് കളിക്കുന്നില്ല. അത് കാരണം കപ്പ് ടീമായിട്ട് എല്ലാവരും ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ നമ്മൾ ഗോൾ സ്കോർ ചെയ്തില്ലെങ്കിലും ഇപ്പൊ എവർട്ടൺ ഗെയിം 0-0 നിന്നു, നമ്മൾ കൺസീഡ് ചെയ്തില്ല പക്ഷെ സ്കോറും ചെയ്യുന്നില്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ വരുമ്പോഴത്തേക്കും ഒരു കപ്പ് ടൈ ഒക്കെ വരുമ്പം ആ ഒരു റേഞ്ചിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പെനൽറ്റീസിലോ എക്സ്ട്രാ ടൈമിലോട്ടോ കൊണ്ടുപോകാനുള്ള സിറ്റുവേഷനോ അവരെയും നമുക്ക് ഗോൾ അടിക്കാണ്ട് നോക്കാം. പക്ഷെ നമ്മൾ അത്രയും സ്ട്രെസ് ഇടുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ വിങ്സ് അത്രയും വർക്ക് ചെയ്യുന്നില്ല എന്നൊരു സിറ്റുവേഷൻ ആയിരിക്കാം നമ്മളെ കപ്പ് ടീം. ബട്ട് ടു ബി ഫെയർ, കപ്പ് ഗെയിംസിലോട്ടുള്ള ഫുൾ സ്ട്രെങ്ത് സ്ക്വാഡ് നമുക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഇല്ല. നമുക്ക് അങ്ങനത്തെ ഒരു സ്റ്റേജ് ഇല്ല. പിന്നെ യേശു എപ്പോഴേലൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു 5 ഗോൾ അടിച്ചിട്ട് 2 കളിയിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. ഇത് ക്രിസ്മസ് ആയി എന്ന് അറിയിക്കാൻ വേണ്ടിയാണോ 5 ഗോൾ അടിച്ച് 2 കളികളായിട്ട് എനിക്കറിയില്ല. അത് കാരണം എന്ന് ഞാൻ എൻകേറ്റിയ ജിസൂസിനെ ഒന്ന് കമ്പയർ ചെയ്ത് പറഞ്ഞോ അന്ന് അവന് ഭ്രാന്തായത് കേട്ടോന്ന് തോന്നുന്നു. അതോടെ അതിനുശേഷം പെർഫോമൻസും ഭീകരം. നമ്മൾ നോക്കുമ്പോ അവിടെ നിന്ന് സാധാരണ എപ്പോഴും വന്ന സമയത്ത് പുള്ളി ഫ്രണ്ടിലും മിഡിലും ഒക്കെ മാറി മാറി നിൽക്കുന്ന നമ്മൾ കാണാറുണ്ടായിരുന്നു. പിന്നെ പുള്ളി ഫ്രണ്ടിലോട്ട് കറക്റ്റ് സമയത്തിന് എത്തുമൊന്നുമില്ലായിരുന്നു. ഇപ്പൊ നോക്കുമ്പോ എല്ലാ ചാൻസസ് എടുക്കാൻ വേണ്ടി ആളവിടെ ഉണ്ട്. പക്ഷെ എന്നിട്ടും പുള്ളിക്ക് ഹാട്രിക് അടിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടായിരുന്നു ഇന്നലെ 3-4 ഗോൾ സ്കോർ ചെയ്യാൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ കൺസിഡർ ചെയ്യണ്ട. 2 ഗോൾ അടിച്ചു, ആ സെലിബ്രേഷൻ ഉണ്ടായി. ഒരു വ്യത്യാസം എനിക്ക് തോന്നിയത് എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ പെർഫോമൻസും ഫസ്റ്റ് ക്രിസ്റ്റൽ പാലസ് പെർഫോമൻസും തമ്മിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ടായി. ജിസൂസിന്റെ ആദ്യത്തെ കളിയിൽ കുറച്ചും കൂടെ സ്ട്രെസ്ഫുൾ ആയിട്ട് കളിച്ചു. ഫസ്റ്റ് ഗോൾ കിട്ടുന്ന ഒരാൾ സ്ട്രെസ്ഫുൾ ആയിരുന്നു. ആഫ്റ്റർ ദാറ്റ് 1 ഗോൾ സെക്കൻഡ് ഗോൾ സ്മൂത്ത് ആയി. ഹാട്രിക്കും കൂടെ അടിച്ചപ്പം കോൺഫിഡൻസ് അങ്ങോട്ട് ബിൽഡായി. ആ കോൺഫിഡൻസ് ആണ് ഈ ക്രിസ്റ്റൽ പാലസ് ഗെയിമിൽ കണ്ടത്. ആ ഫസ്റ്റ് ഗോള് മേ ബി അതിന്റെ ഒരു എക്സാമ്പിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം സാധാരണ ഒരു സിറ്റുവേഷനിൽ പുള്ളി അത് ഷൂട്ട് ചെയ്യുമെന്ന് നമുക്കൊരു ഡൗട്ടാണ്. കാരണം പുള്ളി അത് എപ്പോഴും ഒന്ന് അവിടെ വെച്ചിട്ട് വേറെ ആർക്കെങ്കിലും കൊടുക്കാനോ അല്ലെ അവിടെ എന്തെങ്കിലും ചെയ്യാനൊക്കെ നോക്കും. പക്ഷെ അവിടെ തന്നെ പോയി ഡയറക്റ്റ് ഷൂട്ട് ചെയ്യാൻ തന്നെ പുള്ളി തീരുമാനിച്ചു. പുള്ളിയുടെ പൊസിഷൻ എന്താണെന്ന് പെട്ടെന്ന് പുള്ളി ഓർത്തോ, അങ്ങനെ എന്തോ സംഭവിച്ചോ. അപ്പോ ഈ ഒരു മാച്ച്, ദീപക് ബ്രോ, ഈ മാച്ചിനെ കുറിച്ച് തന്നെ സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയുകയാണെങ്കിൽ ഇതിനകത്ത് ഒരുപാട് നല്ല പെർഫോമൻസസ് ഉണ്ടായി. അതോടൊപ്പം തന്നെ ഒരു മേജർ സെറ്റ് ബാക്ക് ഉണ്ടായിരുന്നു. നമ്മുടെ സാക്കയുടെ ഒരു ഇഞ്ചറിയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം ഇനി അങ്ങോട്ടുള്ള ഒരു ടൈറ്റിൽ റേസിലേക്ക് ഇപ്പൊ നമ്മൾ ഇപ്പൊ നമ്മള് പറയാം നമ്മൾ വി ആർ ഇൻ ടൈറ്റിൽ റേസിന്. ബട്ട് അതിനെ കുറിച്ച് ഈ സാക്കയും കൂടെ ഇപ്പം ഇങ്ങനെ ഇഞ്ചറി സിറ്റുവേഷൻ വന്ന സ്ഥിതിക്ക് എന്താണ് ആ ഒരു അഭിപ്രായം? സാക്ക ഇഞ്ചറി ഉള്ളപ്പോഴും നമുക്ക് സാക്കയ്ക്ക് ഇപ്പൊ ഫസ്റ്റ് ഇഞ്ചറി അല്ലല്ലോ, ഇതിനു മുന്നേ വന്നായിരുന്നു. ഇതിപ്പോ ഏത് പ്ലെയറിന് ഇഞ്ചറി ആയാൽ നമ്മളൊരു പ്ലെയറിനെ ഡിപ്പെൻഡന്റ് ആവരുത് എന്നാണല്ലോ നമുക്കൊരു ആവശ്യം. ഇപ്പം സാക്കേനെ ഡിപ്പെൻഡന്റ് ആയിട്ടാണോ ടീം എന്ന് പറയുന്നത്? ഇപ്പം ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. റോഡ്രി
ഡിപ്പെൻഡന്റ് ആണ് സിറ്റി എന്ന് ഞാനിപ്പം ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും നോ എന്ന് പറയാൻ പറ്റില്ല. മനസ്സിലായോ? റോഡ്രി ഡിപ്പെൻഡന്റ് ആണ് ആ ടീം എന്ന് അവര് തന്നെ ഇപ്പൊ തെളിയിച്ചോണ്ടിരിക്കുക. 6-7 കളികളായിട്ട് കാണുന്നില്ല. മനസ്സിലായി? അങ്ങനെ ആ ഒരു ഡിപ്പെൻഡൻസി അവര് നല്ല രീതിയിൽ കാണിക്കുന്നത്. അങ്ങനത്തെ ഒരു ടീം ആവരുത് നമ്മുടെ. സോ ഇന്നലത്തേൽ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ തിങ് ഇസ് മാർട്ടിനെല്ലി പ്ലേയിങ് ഓൺ റൈറ്റ് സൈഡ്. അത് നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. അത് എത്രത്തോളം അടുത്ത കളികളിൽ വരും എന്ന് കണ്ടറിഞ്ഞാലേ പറ്റുള്ളൂ. ലൈക്ക് അവിടെ തന്നെ ഇറക്കുവോ എന്താണ് എന്നറിയില്ല. കാരണം ഇനി അത് ഇറക്കാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം സ്റ്റെർലിംഗും ഇഞ്ചേർഡ് ആണ്. അപ്പം മാർട്ടിനെല്ലി ഇസ് ദ ഒബ്വിയസ് ചോയ്സ് എന്നുള്ള സിറ്റുവേഷൻ ആണ് ഇപ്പൊ സത്യം പറഞ്ഞത്. അല്ലെങ്കിൽ മാർട്ടിനെല്ലിനെ ലെഫ്റ്റ് തന്നെ കളിപ്പിച്ച് ട്രൊസാർഡിനെ ചിലപ്പോൾ അവിടെ കിടക്കുമായിരിക്കും. ദാറ്റ് ഈസ് ദ ഓൺലി ഓപ്ഷൻ ഇപ്പൊ കാണുന്നത് അവിടെ. അപ്പം സോ അവിടെ എങ്ങനെ പെർഫോമൻസ് ആൾക്കാർ ചെയ്യുന്നു. ഇപ്പൊ ലെറ്റ്സ് സേ ഇപ്പം ഇത്ര നാള് സാക്ക കളിച്ചോണ്ടിരുന്നപ്പം ആ സൈഡിൽ ഒഡേഗാർഡ് ചാൻസസ് കുറെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായി. ആ ത്രൂ പാസസ് ഒക്കെ കുറെ പോകുന്നുണ്ടായി. ആ രീതിയിൽ ആ ത്രൂ പാസുകൾ മാർട്ടിനെല്ലി എത്രത്തോളം ക്യാപിറ്റലൈസ് ചെയ്യും. പിന്നെ സാക്ക കളിച്ചോണ്ടിരുന്ന സമയത്ത് നമ്മുടെ ലെഫ്റ്റ് സൈഡ് വീക്ക് ആയ ഒരു സമയത്ത് സാക്കനെ ഡബിൾ 2 ഡിഫൻഡേഴ്സ് വെച്ചിട്ട് അവര് കവർ ചെയ്യുന്നുണ്ടായി. ഇപ്പം സാക്ക ഇല്ലാത്ത സമയത്ത് മാർട്ടിനെല്ലി അവിടെ കളിക്കുന്നുണ്ട്. അവര് 2 പേരെ വെച്ച് ഡിഫെൻഡ് ചെയ്യുമോ? ഓപ്പോസിറ്റ് ടീം എന്ത് ഗെയിം ടാക്ടിക്സ് ചെയ്യും? ലൈക്ക് ഒരു ഡിഫൻഡറിനെ വെച്ചിട്ടായിരിക്കും അവർ ചെയ്യുന്നത്. സോ അത് 1 ഡിഫൻഡർ ആണ് ഇനീഷ്യലി അവർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓപ്പൺ സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ മാർട്ടിനെല്ലി അത് എക്സ്ട്രാ യൂട്ടിലൈസ് ചെയ്യുമോ? അത് കാരണം ട്രൊസാർഡിന് എക്സ്ട്രാ ചാൻസ് ലെഫ്റ്റ് സൈഡിൽ കിട്ടുമോ? ഇതൊക്കെയാണ് ഇനി കാണേണ്ടത്. അല്ലാണ്ട് സാക്ക പോയി എന്നുള്ളൊരു സെറ്റ് ബാക്കും വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ അയ്യോ സാക്ക പോയി നമ്മൾ പോയി എന്ന് പറഞ്ഞാൽ വി ആർ നോട്ട് ദാറ്റ് സ്ട്രോങ് ടീം എന്ന് പറയേണ്ടി വരും. മനസ്സിലായോ? നമ്മളൊരു സ്ട്രോങ് ടീമാണ്. അപ്പം ഒരു പ്ലെയറിന് ഇഞ്ചറി എന്ന് പറഞ്ഞാൽ ഹോപ്പ്ഫുള്ളി ഈ കംസ് ബാക്ക് സൂൺ. നമുക്ക് എക്സ്ട്രാ ഒരു അഡ്വാൻറ്റേജ് ആണ് അവൻ വിത്ത് ഹിസ് ഗ്രേറ്റ് പെർഫോമൻസ് ഒക്കെ നോക്കും. പക്ഷെ അത് എക്സ്പെക്ട് ചെയ്ത് നമ്മൾ നിൽക്കരുത് എന്നാണ് എന്റെ ഒരു വാട്ട് ഐ ഫെൽറ്റ്. അത് എന്തായാലും ഒരു ബിഗ് സെറ്റ് ബാക്ക് ആണ്. അതിപ്പോ ഈ കാര്യം തന്നെ നമുക്കിപ്പോ പറയും. ഇപ്പം മാർട്ടിനെല്ലി ആയിരിക്കുമോ ഇനി അങ്ങോട്ട് നമ്മൾ അറിഞ്ഞൂടാ. എന്താണ് ആർട്ടിറ്റയുടെ പ്ലാൻ നമുക്ക് അറിഞ്ഞൂടാ. അപ്പം വരുന്ന ട്രാൻസ്ഫർ വിൻഡോയിൽ ഇപ്പൊ ചെറിയൊരു പ്രഷർ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ ഒരു സ്ട്രൈക്കർ വേണ്ടി വരുമോ, അതോ ഇപ്പോഴും അതോ ഒരു ലെഫ്റ്റ് വിങ്ങർ ആണോ വേണ്ടത്? പക്ഷെ സോറി, സ്ട്രൈക്കറും ലെഫ്റ്റ് വിങ്ങറും ആയിരുന്നു നമ്മുടെ ഒരു മേജർ നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന ഒരു പൊസിഷൻസ്. ഇനിയും ഇപ്പൊ സാക്കയുടെ ഒരു ഇഞ്ചറി വന്നുകൊണ്ട് ഇനിയിപ്പം വിന്റർ ട്രാൻസ്ഫർ വിൻഡോയിലേക്ക് റൈറ്റ് വിങ്ങറിലോട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടി വരുമോ? അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? നമുക്ക് നല്ലൊരു തലവേദനയാണ് ഇപ്പൊ ഒരു സാക്കയുടെ ഇഞ്ചറി വന്നതോടെ ഈ ട്രാൻസ്ഫർ മാർക്കറ്റിന്റെ ഒരു പെർസ്പെക്റ്റീവ് വരുന്നത്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളൊരു സ്ട്രൈക്കറിനെയാണ് ആർസനലിന് വേണം എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരം ഉണ്ടായിരുന്നത് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയില്. അപ്പോ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഒരു ഇഞ്ചുറിയും കൂടി വരുമ്പോൾ ഈ ഒരു ലെഫ്റ്റ് വിങ്ങർ ആയിട്ട് നമുക്ക് റൈറ്റ് വിങ്ങർ ആയിട്ട് ആക്ച്വലി നമുക്ക് സ്റ്റേർലിംഗിന് ഒരു ഫെയിൽ സേഫ് ആയിട്ട് എടുത്തതാണെന്ന് വേണം പറയാം. ഒരു ലോങ് ടേം ആയിട്ടല്ല ആർട്ടറ്റ എടുത്തത്. നമ്മൾ ആ ഒരു ലോങ് കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാനൊന്നും അല്ല. ജസ്റ്റ് ആ ഒരു നമ്മൾ മാർക്കറ്റിൽ ഈ സീസണിന്റെ തുടക്കത്തിൽ നല്ലൊരു റൈറ്റ് വിങ്ങറിനെ നോക്കി സാക്കയ്ക്ക് ഒരു ബാക്കപ്പ് ആയി. നമുക്ക് കിട്ടിയില്ല. കാരണം എല്ലാവരും പറയാം പെട്ടെന്ന് ഇത്ര 100 മില്യൺ കൊടുക്കും, 120 മില്യൺ കൊടുക്കും. അത് നമുക്കറിയാം അങ്ങനെയല്ല. ഓരോ ക്ലബും അവരുടെ ബാക്കിയുള്ള EPL തന്നെ ബാക്കിയുള്ള ക്ലബ്സ് നമുക്ക് പ്ലേയേഴ്സിനെ തരുന്നത് കോമ്പറ്റീഷനെ പോലെയാണ് കാണുന്നത്. അപ്പൊ അവർക്ക് ആ ഒരു കറക്റ്റ് തരത്തില്ല. അപ്പം ഇപ്പൊ കുറച്ച് പേര് ഇസാക്കിനെ പറയുന്നത് കാണാം സ്ട്രൈക്കറിന്റെ ഒരു കാര്യത്തില്. നമുക്ക് അതിലോട്ട് സംസാരിക്കുകയാണെങ്കിൽ 120 മില്യൺ 130 മില്യൺ എങ്കിൽ മിനിമം വേണ്ടി വരും. അത് കുറച്ച് പെട്ടെന്ന് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ നമുക്ക് ഇറക്കാൻ പറ്റുന്ന ഒരു പൈസ അല്ല, കാശല്ല. ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ആലോചിക്കാന്നേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ ഒരു പരിപാടി വരുമ്പോൾ, അതായത് നമുക്കിനി സാക്കയുടെ ഇഞ്ചുറിയിലോട്ട് സംസാരിച്ച് ട്രാൻസ്ഫറിന്റെ കാര്യം സംസാരിക്കാം. ഇപ്പോ 23ാമത്തെ വയസ്സിൽ തന്നെ 250 ഗെയിം എന്തോ പുള്ളി കളിച്ചിട്ടുണ്ട്. അപ്പൊ ആ പുള്ളിയുടെ ഒരു ഡിപ്പെൻഡൻസി എപ്പോഴും അവിടെ ഉണ്ടായോണ്ടായിരിക്കണം ഈ സ്റ്റേർലിംഗ് എന്നുള്ള ഒരു ചെറിയൊരു ഷോർട്ട് ടൈം ബാക്കപ്പിനെ കുറിച്ച് ആലോചിച്ചത്. റാദർ ദാൻ ഒരു ആയിട്ട് കളിക്കുന്ന ഒരാളെ പെർമനന്റ് ആയിട്ട് സൈൻ ചെയ്യുന്നതിന് പകരം. സോ അങ്ങനെ ഒരു 4 to 6 വീക്സ് ഔട്ട് ആണ്. പെട്ടെന്ന് വരും തിരിച്ച്. ഹാംസ്ട്രിങ് ഇഞ്ചുറി പ്രോബ്ലി 4 to 6 വീക്സ് ആണ് ഔട്ട്. അപ്പം ഈ പുള്ളി പെട്ടെന്ന് തിരിച്ചു വരുന്നുണ്ടെങ്കിൽ ഇപ്പോഴും നമ്മുടെ ഫോക്കസ് സ്ട്രൈക്കറിൽ തന്നെ ആയിരിക്കും എന്നായിരിക്കും എന്റെ വിശ്വാസം ട്രാൻസ്ഫർ ബിസിനസ്സിൽ. പിന്നെ അതേപോലെ തന്നെ ഒരു ഭാഗ്യമായിട്ടുള്ള ഒരു കാര്യം, ഇപ്പോൾ നേരത്തെ ദീപക് സൂചിപ്പിച്ചതുപോലെ തന്നെ ജസൂസ് ഫോമിലോട്ട് തിരിച്ചു വന്നൊരു കോൺഫിഡൻസ് ആയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഇത് വരുമ്പോ ഇനി ആ ഒരു ഫോം പുള്ളി ഒരു 5 കളിയിൽ അടുപ്പിച്ച് കൊണ്ടുപോയി കഴിയുവാണെങ്കിൽ ഉറപ്പായിട്ടും അതും നമ്മുടെ ട്രാൻസ്ഫർ പ്ലാനിനെ കുറച്ച് അഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം ആർട്ടറ്റ ട്രസ്റ്റ് ജസൂസ് അല്ലെ.
എന്താണ് അതെ അഭിപ്രായം? അതെ അത് എനിക്ക് മെയിൻ ആയിട്ട് പ്രശ്നം വരുന്ന ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ജസൂസ് ഇപ്പൊ ഫോം ആയെന്ന് പറഞ്ഞ സ്ട്രൈക്കറിനെ നോക്കുന്ന നമ്മൾ ഓൾറെഡി ട്രാൻസ്ഫറിൽ നോക്കുന്നുണ്ട് എന്നുണ്ടായിരുന്നെങ്കിൽ അത് കാരണം ഇപ്പൊ ഈ രണ്ട് ഗെയിമിന്റെ പെർഫോമൻസ് വെച്ച് ജഡ്ജ് ചെയ്തിട്ട് നമുക്ക് ട്രാൻസ്ഫർ സമ്മറിൽ പോയി ഇപ്പൊ വാങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ആ കേസാണ്. ഇല്ല ഇപ്പം വാങ്ങുന്നില്ല എന്നൊരു ഉറപ്പിച്ച ഒരു സിറ്റുവേഷൻ ആണ്, ലെഫ്റ്റ് വിങ്ങർ ആണ് നമ്മൾ വാങ്ങുന്നത് അല്ലെങ്കിൽ റൈറ്റ് വിങ്ങർ ബാക്കപ്പ് ആയിട്ടാണ് നമ്മൾ എന്തെങ്കിലും വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ. ആ ഭാഗത്തിൽ ഞാൻ ചിന്തിക്കുന്നില്ല. ജസൂസിനെ വെച്ച് ഓടിക്കാം എന്നുള്ള രീതിയിലാണ് ആർച്ചറ്റ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പൊ ലെറ്റ്സ് സേ സപ്പോസ് ബിഫോർ ഈ രണ്ട് ക്രിസ്റ്റൽ പാലസിന് മുന്നേ ആർസൽ ട്രാൻസ്ഫർ വിൻഡോയിൽ ഒരു സ്ട്രൈക്കറിനെ വാങ്ങണം പ്രിഫറബിളി എന്നൊരു ചിന്തയിൽ വരുമ്പം ജസൂസിന്റെ ഈ രണ്ട് പെർഫോമൻസ് വെച്ച് ജഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ വാങ്ങാതിരുന്നു കഴിഞ്ഞാൽ അത് പിന്നെയും നമുക്ക് അടിയാവും. വി അതെ കനോട്ട് ട്രസ്റ്റ് ഈ ഒരു പെർഫോമൻസ് വെച്ച്. അപ്പം അതെ വാങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പോയി വാങ്ങിച്ചേ പറ്റൂ. ഇപ്പൊ പിന്നെ മേജർലി ഒരു ബെനിഫിഷ്യൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഡ്രോബാക്ക് ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് വിങ് നമുക്ക് എന്തായാലും വീക്ക് ആണെന്ന് അറിയാം. ഇപ്പൊ സാക്കയുടെ ഇഞ്ചറിയും കൂടെ വന്ന് സ്റ്റെർലിംഗും കൂടെ ഇഞ്ചറി ആയപ്പം മോർ ദാൻ എ സ്ട്രൈക്കർ ലെഫ്റ്റിൽ ഒരു സ്ട്രോങ് ഒരു പ്ലെയറിനെ വാങ്ങാന്നാണ് നമുക്ക് അത്യാവശ്യം. റീസൺ ബീയിങ് മാർട്ടിനെല്ലിനെ റൈറ്റ് കളിപ്പിച്ചെന്ന് വെച്ചോ. ലെറ്റ്സ് സേ ജിസൂസിനെ റൈറ്റ് കളിപ്പിച്ചു, ഹാവേർട്സിനെ ഫ്രണ്ട് കളിപ്പിച്ചു, ജിസൂസിനെ റൈറ്റ് കളിപ്പിച്ചു. ഇത് അപ്പോഴും നമ്മുടെ ലെഫ്റ്റ് പിന്നെയും വീക്ക് ആവുന്നേ ഉള്ളൂ. മനസ്സിലായി? ഇപ്പൊ റൈറ്റ് ജിസൂസിനെ കളിപ്പിച്ചു അല്ലെങ്കിൽ മാർട്ടിനെ റൈറ്റ് കളിച്ചാലും ലെഫ്റ്റിൽ കളിക്കാൻ ട്രൊസാർഡ് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ലെഫ്റ്റ് വിങ്ങർ ഒരു സ്ട്രോങ് ഒരു പ്ലെയറിനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ റൈറ്റിലോട്ട് കളിപ്പിക്കാൻ മാർട്ടിനെല്ലി ഉണ്ട്, ജിസൂസ് ഉണ്ട്. പിന്നെ വെൻ എവർ സാക്ക കംസ് ബാക്ക് പിന്നെ സാക്ക സ്ട്രോങ് ആണ്, സാക്കയ്ക്ക് ബാക്കപ്പ് ആയിട്ട് ഇവരെയൊക്കെ വെക്കാം. ജിസൂസിന് പിന്നെ സ്ട്രൈക്കർ റോളായിട്ട് ഷിഫ്റ്റ് ചെയ്യാം ലെഫ്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ. ഇപ്പൊ നമ്മൾ സ്ട്രൈക്കറിനെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് റൈറ്റ് നമുക്ക് ഇവരെ വെച്ച് മാത്രം ഓടിക്കേണ്ടി വരും. ഈ മൂന്ന് പ്ലേയേഴ്സിനെ വെച്ച് മാത്രം ഓടിക്കേണ്ടി വരും. അവിടെയാണ് ലെഫ്റ്റ് വിങ്ങർ വാങ്ങണമെന്ന് എന്റെ പേഴ്സണൽ ചോയ്സ്. മേ ബി നിങ്ങൾക്ക് വേറെ രീതിയിലായിരിക്കും. എന്താണ് അല്ല, അത് പറഞ്ഞു കൂടത്ത് തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു പോട്ടെ. ദീപക് പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ജസൂസിന്റെ ഫോമിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ വേറൊരു കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. കാരണം ഈ ക്രിസ്റ്റൽ പാലസ് എന്നുള്ളൊരു ടീം ആക്ച്വലി എവർട്ടൺ പോലെയോ ഫുൾഹാം പോലെയോ സെറ്റ് ബാക്ക് ചെയ്ത് കളിക്കുന്ന ഒരു ടീം അല്ല. അവർ ആക്ച്വലി ഒരു ബസ് പാർക്കിംഗ് ടീം അല്ല. അതുകൊണ്ട് കുറെ ഗ്യാപ്സ് നമുക്ക് കിട്ടി. നമുക്ക് നമ്മുടെ ഒരു സ്ഥിരം ആർസണലിന്റെ ഒരു ലാസ്റ്റ് ഡിസംബറിൽ നമ്മൾ കണ്ട ഒരു ശൈലിയിൽ കളിക്കാൻ പറ്റി കഴിഞ്ഞ രണ്ട് കളിയിൽ. പക്ഷേ ഒരു സ്ട്രൈക്കർ എന്ന് പറയുമ്പോൾ, ഒരു ക്ലിനിക്കൽ സ്ട്രൈക്കർ എന്ന് പറയുമ്പോൾ, ബസ് പാർക്ക് ചെയ്യുന്ന ടീമിന്റെ അടുത്തായാലും വൺ ടച്ച് വൺ ഷോട്ട് രീതിയിൽ ക്ലിനിക്കലായിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രൈക്കറിനെ നമുക്ക് ആവശ്യമുണ്ട്. ലൈക്ക് അതുകൊണ്ട് ഈ ഓഫീസിനെ പോലെയോ ഇസാക്കിനെ പോലെയോ അവർ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ലൈക്ക് അവരുടെ കാലിൽ ബോൾ വരുമ്പോൾ നെറ്റിന്റെ ലൈക്ക് ഒരു ഹെസിറ്റേഷൻ ഇല്ലാതെ ഒരു നിമിഷം പോലും ചിന്തിക്കാതെ ഒരു ഷോട്ട് എടുക്കുന്ന ഒരു കറേജ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പ്ലെയർ ആണോ ജസൂസ് എന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും ഞാൻ കൺവിൻസ്ഡ് അല്ല. ഇല്ല അതൊരിക്കലും ഞാൻ ജിസൂസ് ആസ് എ സ്ട്രൈക്കർ ഇപ്പോഴും ഞാൻ ഫുള്ളി കോൺഫിഡന്റ് ആണെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. നമുക്ക് ഞാൻ റൈറ്റ് സൈഡിൽ ഒരു ഓപ്ഷൻ കൊടുത്തെന്നുള്ളൂ. ഇപ്പൊ ജിസൂസ് ആസ് എ സ്ട്രൈക്കർ ഞാൻ ഫുള്ളി കോൺഫിഡന്റ് ഇപ്പോഴും ആയിട്ടില്ല. ഈ രണ്ട് കളിയിൽ 5 ഗോൾ അടിച്ചെന്നും പറഞ്ഞിട്ട് ഐ എം നോട്ട് അറ്റ് ഓൾ കോൺഫിഡന്റ്. മനസ്സിലായോ? അപ്പം നമ്മൾ ഈ ഫസ്റ്റ് മിഡ് വീക്ക് ഗെയിം കണ്ടു കഴിഞ്ഞാൽ പോലും ഇറ്റ് വാസ് ജസ്റ്റ് 3-2. മനസ്സിലായോ? നമ്മൾ 3-2 ആണ്. നമ്മൾ 2 കൺസീഡും ചെയ്തു. ജിസൂസിന് 3 അടിക്കാൻ പറ്റി. ദാറ്റ് ഈസ് നോട്ട് ബിക്കോസ് ജിസൂസ് മാത്രമല്ല അതിന്റെ ഇത്. തേർഡ് ഗോൾ ഇറ്റ് വാസ് പ്യുവർ ക്രോസ് ഫ്രം ഒഡേഗാർഡ് ആയിരുന്നു. ആ ഫ്രീ പോസ്റ്റിലോട്ട് വിത്ത് ആദ്യം അടിച്ച 2 ഗോളിന്റെ കോൺഫിഡൻസ്. അതേ ജിസൂസ് ആണ് ഇന്നലെ ഒരു ടാപ്പ് ഇൻ ഗോളിയുടെ കയ്യിൽ അടിച്ചു കൊടുത്തത്. ഇറ്റ് വാസ് അതും ഒരു ഹാട്രിക് ചാൻസ് ആയിരുന്നു. അത് മാർട്ടിനെല്ലി കൺവേർട്ട് ചെയ്തുകൊണ്ട് ആരും അതിനെ പറ്റി ഇപ്പം പറയേണ്ട ആവശ്യം വരുന്നില്ല. ഐ ജസ്റ്റ് തിങ്ക് അത് നമ്മളത് കുറച്ച് ഹി ഷുഡ് ഹാവ് ഫിനിഷ്ഡ് ഇറ്റ്. അത് വേറെ കാര്യം. പക്ഷെ പെർഫോമൻസ് ഈ 2 കളിയിൽ ചെയ്തു, നല്ല പെർഫോമൻസ് ആണ്. പക്ഷെ ഈ പെർഫോമൻസിനെ ട്രസ്റ്റ് ചെയ്ത് ലോങ് ടേമിൽ അവിടെയാണ് എനിക്ക് എന്റെ ചോദ്യം എന്ന് പറയുന്നത്, ഈ ഒരു സിറ്റുവേഷനിൽ ലൈക് സേ ഒരു സൗദിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ക്ലബിൽ നിന്ന് ഒരു നല്ലൊരു പാക്കേജ് ആയിട്ട് ഒരു 50 മില്യൺ ആയിട്ടൊരു സൗദി ക്ലബ്ബ് വരുവാണ്, അല്ലെങ്കിൽ ഒരു 40 മില്യൺ ആയിട്ട് ഏതെങ്കിലും ഒരു യൂറോപ്യൻ ക്ലബ്ബ് വരുവാണെങ്കിൽ ജസൂസിനെ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുമോ? എന്താ അതിനെ കുറിച്ച് എന്താ അഭിപ്രായം? നമുക്കൊരു ഓപ്ഷൻ കയ്യിലുണ്ടെങ്കിൽ ലൈക്ക് നമ്മൾ സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണ്. ലെറ്റ്സ് സേ ഇപ്പൊ എന്റെ മീൻസ് ആർസണലിന്റെ കയ്യിൽ 60 മില്യൺ അല്ലെ 70 മില്യൺ സ്പെൻഡ് ചെയ്യാൻ ഉണ്ടെന്ന് അറിയാം ഒരു സ്ട്രൈക്കറിന്. ഓക്കെ, 40 മില്യൺ 50 മില്യൺ ജസൂസിന് കിട്ടും എന്നുണ്ടെങ്കിൽ ഐ വുഡ് സേ സെൽ ഇറ്റ് 120 മില്യൺ ഗോ ഫോർ ഇസാക്ക്. അവർ 120 മില്യൺ വാങ്ങിച്ചോ. സ്പെൻഡ് ചെയ്യാൻ പൈസ ഉണ്ടെങ്കിൽ ഒരാളെ വിറ്റിട്ട് അപ്പൊ തന്നെ വാങ്ങിച്ചോ. റീപ്ലേസ് ആയില്ലേ? നമുക്ക് എന്തായാലും സ്ട്രൈക്കറിന് ഇപ്പം വേറെ ഒരാളും ഇല്ലെന്നല്ലല്ലോ. ഹാവേർട്സ് ഉണ്ട് അവിടെ സ്ട്രൈക്കറായിട്ട് കളിക്കാൻ.
മനസ്സിലായി. ബാക്കപ്പ് ആയിട്ട് ഇസാക്കിനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർ രണ്ടുപേരും സ്വിച്ച് ചെയ്ത് കളിച്ചാൽ പോരെ, ഒരു ഇതായി. അല്ലാന്നുണ്ടെങ്കിൽ ഗിക്കോറസിന്റെ എന്തെന്നാ ഗിക്കോറസ് ഇഫ് ഈസ് റെഡി, നമുക്ക് മറ്റേ റിലീസ് ക്ലോസ് എടുത്ത് വാങ്ങാൻ പറ്റുവാണെങ്കിൽ ഗോ ഫോർ ഇറ്റ്. മനസ്സിലായോ? അങ്ങനെ ഇത് വെച്ചോണ്ടിരിക്കുന്നതിനെക്കാട്ടും ഇഫ് യു ഗെറ്റ് 50 million ആൻഡ് ഇഫ് യു ഹാവ് എ ബാക്കപ്പ്, ഈ 50 million വാങ്ങിച്ചിട്ട് നമ്മളൊരു പ്ലെയറിനെ വാങ്ങിച്ചില്ല എന്നുണ്ടെങ്കിലാണ് പ്രശ്നം വരാൻ വന്നത്. മനസ്സിലായോ? നമ്മൾ 50 million കിട്ടും എന്ന് പറഞ്ഞ പ്ലെയറിനെ വിട്ടിട്ട് നമുക്കൊരു പ്ലെയർ ഇല്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് പ്യൂർലി മാഡ്നെസ്. അതില് താല്പര്യം ഇല്ല എന്നുള്ളത്. എന്റെ ആണോ? എന്റെ ആണോ? ഓക്കെ, സോറി. അപ്പം ഇന്നലത്തെ മാച്ചില് നിങ്ങൾക്ക് ആരാണ് ഏറ്റവും ഹൈലൈറ്റ്, ഏറ്റവും ബെസ്റ്റ് ഇതായിട്ട് തോന്നിയത് നിങ്ങൾക്ക്? ലൈക് വൺ ഓഫ് അവർ ഹൈലൈറ്റിംഗ് പ്ലേയേഴ്സ് ആരാണ്? അതിൽ ബ്രോ. എന്റെ അഭിപ്രായത്തിൽ ആരും അങ്ങനെ പറയാൻ സാധ്യതയില്ലാത്ത ഒരു പേരാണ്. പക്ഷെ കഴിഞ്ഞ 2-3 കളിയായിട്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് റായയുടെ പെർഫോമൻസ് ആണ്. പുള്ളി ഒരു ഡബിൾ സേവ് എന്നാലും ഉണ്ടായിരുന്നു, വേറൊരു സേവ് ഉണ്ടായിരുന്നു. പുള്ളി ഭയങ്കര ക്ലച്ച് പ്ലെയർ ആയിട്ട് നമുക്ക് വരുന്നുണ്ട്. നമ്മൾ ആ ഒരു അറ്റാക്കിംഗ് ഗോൾ കൊണ്ട് നമ്മൾ പുള്ളിയെ ശ്രദ്ധിക്കുന്നില്ല. യെസൂസിലോട്ട് നമ്മുടെ ഫോക്കസ് പോകുന്നു, അല്ലെങ്കിൽ ഓഡയുടെ ഒരു ഫ്രീ ഫ്ലോയും നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഇന്നലെ തന്നെ എനിക്ക് തോന്നുന്നു സാലിബയുടെ ഒരു മിസ്റ്റേക്ക് പുള്ളി കവർ ചെയ്തുകൊണ്ടാണ് 3-2 ആ ഒരു സിറ്റുവേഷനിലോട്ട് പോയി നമ്മൾ പ്രഷറിലോട്ട് പോവാത്ത. പുള്ളി നന്നായിട്ട് അത് മാനേജ് ചെയ്തു. ഡബിൾ സേവ് ആയിരുന്നു അത്. അതേപോലെ തന്നെ വേറൊരു സേവ് പുള്ളി അല്ലാതെ തന്നെ ലോങ് റേഞ്ച് കണക്ട് ചെയ്തു എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഹാഫിലാണെന്ന് തോന്നുന്നു 2-1. പക്ഷെ ഒരു വ്യത്യാസം ഞാൻ പറയട്ടെ. ഇന്നലത്തെ കളിയിൽ നീ റായ എന്ന് പറയുന്നതിന്റെ ഒരു കാരണം ഞാൻ പറയും. ഇന്നലെ ഫ്രീ ഫ്ലോയിങ് ആണ് ആർസെനൽ കളിച്ചത്. വേറൊരു പ്ലെയറിനെ പോയിന്റ് ഔട്ട് ചെയ്യാനില്ല. എല്ലാവരും പെർഫോമൻസ് അവർ ചെയ്യേണ്ട റോൾസ് പക്കയായിട്ട് ചെയ്തു. ഇനീഷ്യലി ഉള്ള 15 minutes അല്ലെങ്കിൽ 16 minutes ഒരു വേവി സ്റ്റാർട്ട് ആയിരുന്നെങ്കിൽ പോലും അത് കഴിഞ്ഞിട്ട് ഡെക്ലൻ റൈസ് ആണെങ്കിലും ഒഡേഗാർഡ് ആണെങ്കിലും മാർട്ടിനെല്ലി ആണെങ്കിൽ പോലും ട്രൊസാർഡ് ആണെങ്കിലും സ്കെല്ലി ആണെങ്കിലും ഈ പറയുന്ന റായ ആണെങ്കിലും സലീബ, ടിംബർ, കാലഫിയോറി എല്ലാവരും അവരുടേതായ റോൾസ് പക്കയായിട്ട് ചെയ്തു. അപ്പൊ നമുക്ക് അതിനായിട്ട് എടുത്തു പറയാനൊന്നും ഒരാളെ ഇല്ല. മേ ബി ജിസൂസ് 2 ഗോൾ അടിച്ചു, അതായിരിക്കും നമ്മൾ പറയേണ്ടത്. മനസ്സിലായി? മാർട്ടിനെല്ലി അടിച്ചു. എന്നിരുന്നാലും കൂടി അത് ഞാനിപ്പോ ഒരു ദീപക് ഇപ്പൊ പറഞ്ഞതിന്റെ കൂടെ ചേർത്ത് പറയണം. ഇപ്പം കഴിഞ്ഞൊരു കളി ചേർത്ത് പറഞ്ഞതല്ല ഞാൻ. കുറെ കഴിഞ്ഞ ഒരു 3-4 കളികളായിട്ട് പുള്ളി നല്ലൊരു ക്ലച്ച്. ഇപ്പം ആകെ ഒരു കുറ്റമായിട്ടും അല്ല, ആകെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയ പുള്ളിയുടെ പൊസിഷനിങ് ചില സമയത്ത് ഔട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ചിലപ്പോൾ എന്റെ ഒരു പെർസ്പെക്റ്റീവ് ആയിരിക്കും. ഇപ്പൊ ഫുൾഹാമിനോട് നമ്മൾ കൺസീഡ് ചെയ്ത ഗോൾ തന്നെ പുള്ളിയെ പൊസിഷനിൽ കുറച്ചുകൂടി ഒന്ന് സെറ്റ് ആയിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുമായിരുന്നേനെ എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. അതിന് ഞാൻ നിന്റെ അടുത്ത് ചോദിക്കുന്നത്, എനിക്കൊരു അതിന് കൗണ്ടർ ചോദിക്കാനുള്ളത് എന്താന്ന് പറഞ്ഞാൽ, സി വെൻ സലീബ, ഗബ്രിയൽ, ടിംബർ, കാലഫിയോറി അല്ലെങ്കിൽ ടിംബർ, സിഞ്ചെങ്കോ അല്ലെങ്കിൽ നമ്മുടെ ബാക്ക് ഫോർ നോർമൽ ബാക്ക് ഫോർ കളിച്ചപ്പം അവന്റെ പൊസിഷനിങ് തെറ്റാറുണ്ടോ? ഇല്ല. ബാക്ക് ഫോർ മാറുമ്പം അവന് കൺഫ്യൂസ് ആവുന്നതാണ് മെയിൻ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതല്ല, വളരെ അതൊരു വളരെ നല്ലൊരു എന്താ പറയണ നീ പറഞ്ഞത് ഒരു എവിഡൻസ് വെച്ച് പറഞ്ഞതായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഓരോ പ്ലേയേഴ്സിനും ഗോൾ കീപ്പറുമായിട്ട് ഒരു 1:1 കണക്ഷൻ ഉണ്ട്. അപ്പം ആ ഒരു പ്ലേയേഴ്സ് ലെഫ്റ്റിലോട്ടാണോ റൈറ്റിലോട്ടാണോ ബോൾ എടുക്കുന്നത് പ്രഷർ വരുമ്പോഴെന്ന് വരെ അവർക്ക് അറിയാം. അപ്പൊ അങ്ങനെ പെട്ടെന്ന് നമുക്ക് തന്നെ ഈ മെയിൻ പ്രശ്നം, നമുക്ക് ഈ ഒരു സീസൺ കുറെ ഇഞ്ചുറി നമ്മുടെ ബാക്ക് ഫോറിന് വന്നിട്ടുണ്ട്. ഒരു നമ്മുടെ ഫുട്ബോൾ ഗോഡ്സ് എന്നുണ്ടെങ്കിൽ അവര് നമ്മുടെ ഡിഫൻസിനെ എപ്പോഴും വന്ന് കേഴ്സ് ചെയ്തിട്ടാണ് പോകുന്നത്. ശാപം കിട്ടിയത് പോലെയാണ് നമുക്ക് നമ്മുടെ പ്രോപ്പർ ഫോർ ബാക്ക് ലൈൻ വെച്ചൊരു 5 കളി. അപ്പൊ അതായിരിക്കാം പറഞ്ഞു. അപ്പൊ തിരിച്ചു കമ്മിങ് ബാക്ക് ടു ദി ക്വസ്റ്റ്യൻ, ആയിരുന്നു പറഞ്ഞതിനുള്ളത് റായ തന്നെയാണ് എന്റെ ഒരു സ്റ്റാൻഡേർഡ് പെർഫോമർ ആയിട്ട് തോന്നിയിട്ടുള്ളത്. ദീപക് ബ്രോയ്ക്ക് ആരാണ് അങ്ങനെ ഒരു പ്ലെയർ ഉണ്ടോ? ഇന്നലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡെക്ലൻ റൈസിനൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ അറിയാമെന്ന് ഞാൻ ഇന്നലെ പഠിച്ചു. കുറെ നാള് മറന്നിരിക്കുവായിരുന്നു ഇങ്ങനെയൊക്കെ. അതും കേളർ ഷോട്ട്സ് ഒക്കെ ഇങ്ങനെ എടുക്കാൻ പഠിച്ചു. അത് കഴിഞ്ഞ് മാർട്ടിനിൽ റൈറ്റിലോട്ട് കളിച്ചപ്പോ ഇങ്ങനെയൊക്കെ അവന് റണ്ണ് ചെയ്യാൻ അറിയാം, ക്രോസ് ഇടാൻ അറിയാം എന്നൊക്കെ അവൻ അത്ഭുതം. മോർ ദാൻ ലൈക്ക് എന്താ ഹാപ്പിയാണ്. പെർഫോമൻസ് സ്മൂത്ത് ആയതിന്റെ ഹാപ്പിനെസ് ഉണ്ട്. ഓവർവെൽമിങ് ആയിരുന്നു സത്യം പറഞ്ഞ. ഇപ്പം ഇങ്ങനെ ഈ മാർട്ടിനിലേക്ക് ഇങ്ങനെ റൺ ചെയ്യാൻ ആ ഒരു കോൺഫിഡൻസ് തിരിച്ചു വരുന്നു എന്നൊരു സിറ്റുവേഷനിൽ അത് വന്നു എന്നല്ല ഞാൻ പറയുന്നത്. വരുന്നു, ഒരു പ്ലെയർ ഗോൾ അടിച്ചാലും ചിലപ്പോൾ കോൺഫിഡൻസ് വരാൻ ചാൻസ് ഇല്ല. പക്ഷെ ഇന്നലെ മാർട്ടിനെല്ലിക്ക് ആ ഒരു ക്രോസ് ഇടാനും റൺ ചെയ്യാനും ഒക്കെ ഉള്ള ആ ഒരു പേസ് ഒക്കെ പഴയതുപോലെ ഓടാൻ പറ്റിയതിന്റെ ഒരു പെർഫോമൻസിൽ നോക്കുമ്പം നല്ല മീൻസ് എന്റെ ഫ്രണ്ട് ത്രീ നമ്മുടെ ഫ്രണ്ട് ത്രീ സൂപ്പർ ആയിരുന്നു. ആസ് യൂഷ്വൽ സൈലന്റ് ആയിട്ട് പാർട്ട് സൂപ്പർ ആയിരുന്നു. ടിംബർ വാസ് എക്സെപ്ഷണൽ. കാലഫിയോറി ടിൽ ദ ഇഞ്ചറി ഒരു സീനും ഇല്ല. പിന്നെ ക്ലൈൻ അത് സ്പേഴ്സിന്റെ പഴയ സ്വഭാവം എടുത്ത് കാണിച്ചു. അവിടെ റഫറി ആണെങ്കിൽ അതിന്
അതിനൊന്നുമില്ല. ഡീംഡ് ഫൗൾ ബട്ട് ആരുടെ കാര്യം? മലീഷ്യസ് അല്ല. ക്ലൈൻ അതെ അത് ഉറപ്പായിട്ടും റെഡ് കാർഡാണത്. ഓക്കെ ഓക്കെ. ഒരു സംശയമില്ല. അത് കണ്ടിട്ട് എനിക്ക് തന്നെ അത് കണ്ടിട്ട് തോന്നുക. അപ്പൊ തന്നെ പുള്ളിനെ സബും ചെയ്ത് കളഞ്ഞു എവർട്ടന്റെ മാനേജർ. അതായത് റെഡിന് വേണ്ടി റെഡിന് സേവ് ചെയ്യാനായിട്ട്. അത് കണ്ടോണ്ടിരുന്നല്ല, മറ്റേ സീരിയസ് ഫൗൾ ആയിരുന്നു. പക്ഷെ റെഫറി താഴെ യെല്ലോ കാർഡ് കൊടുത്തത് കൊണ്ട് അത്രയ്ക്ക് സീരിയസ് മലീഷ്യസ് ഫൗൾ അല്ലാത്തത് കൊണ്ടാണ്, സീരിയസ് ഫൗൾ ആണ് പക്ഷെ മലീഷ്യസ് ഫൗൾ അല്ലാത്തത് കൊണ്ടാണ് റെഡ് കാർഡ്. നമ്മൾ മുമ്പ് പല ചർച്ചയിലും പറഞ്ഞിട്ടുള്ള അവരുടെ ആ ഒരു അവര് വരയ്ക്കുന്ന ഒരു സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതാണ് അവരുടെ ഡെഫിനിഷൻ. ആ ടോപ്പിക്കിലോട്ട് പോകണ്ടെന്നുള്ള താല്പര്യമേ ഇല്ലാത്തുള്ളൂ. ഇന്ന് എന്തായാലും 5-1 ജയിച്ചതാ. വൺ തിങ് ഇസ് കുറെ നാൾക്ക് ശേഷം 5-1 നമ്മള് പിന്നെയും അതാണ് നമ്മളൊന്ന് ആ ഒരു 5 ഗോൾ ആ ഇതിലേക്ക് ഒന്ന് എത്തിയതായിരുന്നു. ലൈക്ക് ആ ഒരു ഓഡെഗാർഡ് തിരിച്ചു വന്നതും നമ്മള് വെസ്റ്റ് ഹാമിനെതിരെ സ്പോർട്ടിങ്ങിനൊക്കെ ആയിട്ട് ആ 3-0 5 ആ ഒരു ഇതിലേക്ക് ഗ്രൂപ്പിലോട്ട് വന്നപ്പോഴത്തേക്കുമാണ് ഫുൾഹാമായിട്ട് അങ്ങനെ ഒരു ഡ്രോ വന്നതും പിന്നെ അത് കഴിഞ്ഞ ഉടനെ എവർട്ടനുമായിട്ട് ഒരു ഡ്രോ വന്നു. ആ രണ്ട് മാച്ച് ആക്ച്വലി നമ്മുടെ മൂഡ് ഭയങ്കരമായിട്ട് സ്പോയിൽ ചെയ്തു ആസ് ഫാൻസ്. അപ്പൊ അങ്ങനെ ഒരു ഇഷ്യൂ വന്ന പോലെ എനിക്ക് തോന്നി. എനിവേ ഇന്നലത്തെ പെർഫോമൻസ് ഭയങ്കര ഒരു മൊറാൽ ബൂസ്റ്റിംഗ് പെർഫോമൻസ് ആയിരുന്നു. ബട്ട് സ്റ്റിൽ എനിക്ക് എന്തൊക്കെയോ നമ്മളിപ്പോഴും വി ആർ പ്ലേയിങ് ലൈക്ക് എ കപ്പ് ടീം എന്നുള്ളൊരു തോന്നൽ ചിലപ്പോഴുണ്ട്. കാരണം വി ആർ നോട്ട് ഇൻ ദാറ്റ് ആ ഒരു ഫ്രീ ഫ്ലോ ലെവൽ. ബെറ്റർ ആയിരുന്നു, ഡെഫിനറ്റ്ലി ബെറ്റർ ആയിരുന്നു. ഞാനൊരു സിമ്പിൾ കാര്യം ചോദിക്കട്ടെ. ഈ സീസൺ സ്റ്റാർട്ട് ചെയ്തപ്പോ വരെ ആദ്യത്തെ 3-4 കളി വരെ, കഴിഞ്ഞ സീസൺ ആണെങ്കിലും അതിന് മുന്നത്തെ സീസൺ ആണെങ്കിലും ഈ സീസണിന്റെ ഫസ്റ്റ് 4-5 കളി വരെ എല്ലാരും പറഞ്ഞുകൊണ്ടിരുന്നത് ആർസണൽ കപ്പ് ഗെയിംസിന് റെഡി ആയിട്ടില്ല. മനസ്സിലായോ? പ്രീമിയർ ലീഗിന് വേണ്ടി ബിൽഡ് ചെയ്ത ഒരു ടീമാണ് ആർജറ്റ. ചാമ്പ്യൻസ് ലീഗിനോ ഒരു കപ്പ് ഗെയിമിനോ പറ്റുന്നില്ല. വെൻ ഇറ്റ് കംസ് കറബാവ് കപ്പ് സെമി എത്തിയപ്പോഴത്തേക്കും പതുക്കെ ആൾക്കാര് ആ നറേറ്റീവ് എന്തിന് കപ്പ് ടീമായിട്ട് മാറുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. സ്റ്റിൽ കപ്പ് ഗെയിംസിന് ഇപ്പം കറബാവ് കപ്പല്ല, ഇപ്പൊ ചാമ്പ്യൻസ് ലീഗ് ആണെങ്കിൽ പോലും നമ്മൾ ഹയർ സ്റ്റേജസിൽ പോകുമ്പം ആ ഒരു ഇന്റൻസ് അവര് ബാക്കി ടീമൊക്കെ ഡിഫെൻസീവ്ലി ഇത് ചെയ്യുമ്പം അത് ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മളും ഡിഫെൻസീവ്ലി സ്ട്രോങ് നിൽക്കാൻ പറ്റുന്നു. അല്ലെങ്കിൽ അവര് പെട്ടെന്ന് ലാസ്റ്റ് മിനിറ്റ് വരെ കൗണ്ടർ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് നമ്മൾ എങ്ങനെ ഹോൾഡ് ചെയ്യുന്നു, അവിടെയാണ് കപ്പ് ടീം ആണോ എന്ന് ജഡ്ജ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ. സ്റ്റിൽ നമുക്ക് ഇപ്പോഴും ആ കപ്പ് അല്ലെങ്കിൽ ചാമ്പ്യൻസ് ലീഗ് ഹയസ്റ്റ് ലെവലിൽ എത്താനുള്ള ആ ഫുൾ സ്ട്രെങ്ത് സ്ക്വാഡോ എക്സ്പീരിയൻസ് ഉള്ള പ്ലേയേഴ്സോ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ഹാൻഡ്ഫുൾ ഓഫ് ദം. ലൈക്ക് പറയാം, ഗബ്രിയേൽ ഈ കപ്പ് ഗെയിംസ് വരുമ്പോ ഇല്ലേ, ഇപ്പൊ ചാമ്പ്യൻസ് ലീഗ് ആണെങ്കിലും കറബാവോ അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ എനിക്ക് പേഴ്സണലി തോന്നുന്നത് മോർ ദാൻ സലീബ ഗബ്രിയേലിന്റെ ഇന്റന്റ് കൂടുതലായിട്ട് തോന്നിട്ടുണ്ട്. മനസ്സിലായോ? സലീബ ഈസ് പീസ്ഫുൾ കാം ഒക്കെയാണ്, പക്ഷെ കപ്പ് ഗെയിംസ് വരുമ്പോ എവിടെയോ എന്തൊക്കെയോ ഒരു ഭയോ അല്ലെങ്കിൽ എഡ്ജിലാണ്. അത് പുള്ളി ദീപക് പറഞ്ഞതിനോട് ചേർത്ത് വായിക്കേണ്ടത് പുള്ളിയുടെ ഒരു ഏജിന്റെ ഫാക്ടറും കൂടി നമ്മൾ നോക്കണം. ഇപ്പോഴും പുള്ളി ആണ് പുള്ളിയുടെ അപ്പൊ മെച്യൂരിറ്റിയുടെ ഒരു ഇതും കൂടി ഉണ്ട്. കാരണം പെട്ടെന്ന് ഇങ്ങനെ ഒരു യൂറോപ്യൻ കോമ്പറ്റീഷനിലോട്ട് വരുമ്പോ അവിടെ നമ്മളെ ടാലന്റിനെക്കാട്ടിലും അന്നത്തെ ദിവസം ആ ക്രൗഡ് സപ്പോർട്ടും ആ ഒരു ആൻസൈറ്റിയും ആണ് അന്നത്തെ ദിവസം നമ്മുടെ വിജയം. അതാ ഞാൻ പറഞ്ഞ, അപ്പൊ നമ്മള് കപ്പ് ടീം ആണെന്ന് നമ്മൾ എല്ലാരും പറഞ്ഞു തുടങ്ങുന്നതില് അവിടെ എങ്ങനെയാണ് അത് ജസ്റ്റിഫൈ ആവുന്നത്? അതെ, കറക്റ്റ്, വളരെ ശരിയാണ്. ടിംബറിലെ അതേ സമയത്ത് ടിംബർ നോക്കുമ്പോ ടിംബർ പ്രീമിയർ ലീഗിൽ കാണിക്കുന്ന സെയിം കോൺഫിഡൻസ് ആണ് ചാമ്പ്യൻസ് ലീഗിൽ കാണിക്കുന്നത്. ബോൾ എടുത്ത് ഡ്രൈവ് ചെയ്യുന്നതും സെയിം ഈക്വൽ ആണ്, പക്ഷെ അത് സക്സസ്ഫുള്ളി ചെയ്യുന്നുണ്ട്. മനസ്സിലായി? ഇപ്പൊ പ്രീമിയർ ലീഗിൽ സലീബ എത്ര സ്ട്രോങ് ആയിട്ട് നമ്മൾ പീസ്ഫുൾ കാം ബോൾ എത്ര സിമ്പിൾ ആയിട്ടാണ് റിക്കവർ ചെയ്യുന്നത് എന്ന് നമ്മൾ എല്ലാവരും പറയുന്നുണ്ട്. വെൻ ഇറ്റ് കംസ് ടു ചാമ്പ്യൻസ് ലീഗിൽ വരുമ്പം ചെറിയ അവിടെ ഇവിടെയൊക്കെ മിസ്റ്റേക്സ് വരുന്നുണ്ട്. ചില സമയത്ത് എവിഡന്റ് ആണത്. അത് ഇൻഎക്സ്പീരിയൻസിന്റെ സിറ്റുവേഷൻസാ. എനിക്ക് അങ്ങനത്തെ കുറച്ച് എക്സ്പീരിയൻസ് ബിൽഡ് ആവുന്ന പ്ലേയേഴ്സ് മേ ബി ഓവർ ദ ഇയേഴ്സ് അത് നല്ലപോലെ ബിൽഡ് ആവും ഇവർക്കൊക്കെ. സോ ദിസ് സീസൺ എന്തായാലും നമുക്ക് ഐദർ സംവെയർ ഹയസ്റ്റ് ടു ദ ചാമ്പ്യൻസ് ലീഗിന്റെ ഏതെങ്കിലും മാക്സിമം ഒരു സെമി അങ്ങനെ റേഞ്ചിൽ എത്തിയേ പറ്റൂ. ഇഫ് ഇറ്റ്സ് നോട്ട് ഫോർ എ പ്രീമിയർ ലീഗ്, അറ്റ്ലീസ്റ്റ് ചാമ്പ്യൻസ് ലീഗിന് ഹയസ്റ്റ് എത്തിയ 2 FA കറബാവ് കപ്പ് പ്രതീക്ഷ എനിക്ക് അറ്റ്ലീസ്റ്റ് എങ്കിലും വേണം. ഈ ഒരു ഫാൻസിന് കുറച്ചെങ്കിലും ഒന്ന് സ്റ്റേബിൾ ആയിട്ട് ഒന്ന് ശമിപ്പിക്കാനല്ലേ ഈ ഫാൻസ്. കാരണം ഫാൻസ്
ഇപ്പം കഴിഞ്ഞ ലൈക് എവർട്ടൺ മാച്ച് കഴിഞ്ഞപ്പോ തന്നെ ഒരുപാട് ഫാൻസ് എന്ന് വെച്ചാൽ അങ്ങനെയല്ല, എന്നാലും ഒരു ജനറൽ സോഷ്യൽ മീഡിയ ഒരു ഇതുണ്ടല്ലോ, ഒരു ബോയിലിംഗ് ഉണ്ടല്ലോ ആ സമയത്ത്. അതില് ആർട്ടറ്റ ഔട്ടൊക്കെ വിളിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പം നമുക്കറിയാം ഇറ്റ്സ് നെവർ ഗോയിങ് ടു ഹാപ്പൻ ഇൻ ദിസ് സിനാരിയോ അല്ലേ? നെവർ ഗോയിങ് ടു ഹാപ്പൻ. ഞാൻ പറയട്ടെ, ഇപ്പം ഫാൻസ് ഒരു സെക്കൻഡ് റാന്തല്ലോ, ഒറ്റ സെക്കൻഡ്. അടുത്ത സീസൺ ഞാൻ പറയുന്ന പറഞ്ഞാൽ ഈ സീസൺ നമ്മൾ കപ്പടിച്ചില്ല എന്നുണ്ടെങ്കിൽ പേഴ്സണലി ആർസണൽ ഫാൻ ആൻഡ് ആർച്ചറ്റയ്ക്ക് റെസ്പെക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ, ഇത്രയും നാൾ നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ വെച്ചിട്ടുള്ള റെസ്പെക്റ്റിൽ ഐ വുഡ് ഗീവ് ഹിം ദ ഫസ്റ്റ് 10 ഗെയിംസ് എന്നുള്ള സിറ്റുവേഷൻ. മനസ്സിലായി? നെക്സ്റ്റ് സീസണിലെ ഫസ്റ്റ് 10 ഗെയിംസ് വെച്ചിട്ടായിരിക്കും ജഡ്ജ് ചെയ്യാൻ ഞാൻ നോക്കുന്നത്. മനസ്സിലായി? ബട്ട് ലെറ്റ്സ് സേ ഈ സീസൺ നമുക്ക് ഒരു കപ്പ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പ്രഷർ വിൽ ബി അൾട്ടിമേറ്റ്ലി ഹ്യൂജ്. നമ്മൾ ഇപ്പൊ ഞാനും നീയോ പറഞ്ഞിട്ട് അതില്ല. ഇതിന്റെ ഒരു ഇഷ്യൂ എന്താ പറയുക ബ്രോ, നമുക്ക് സ്റ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലല്ല. ലൈക് ദിസ് ഇസ് നോട്ട്, വി ആർ നോട്ട് 15th 13th 10th 8th അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ല. വി ആർ സ്റ്റിൽ ഇൻ ദാറ്റ് റേസ്. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദ റേസ് നമ്മൾ ആ കപ്പ് എടുക്കുന്നില്ല. അപ്പൊ ഏത് പോയിന്റിൽ സാക്ക് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞാൽ പോലും ആ മാനേജ്മെന്റിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നില്ല അവർക്കൊരു ഡിസിഷൻ അവിടെ എടുക്കാൻ പറ്റുമെന്ന്. സിമ്പിൾ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡിയേഗോ സിമിയോണി ഒന്ന് എക്സാമ്പിൾ എടുത്ത് നോക്കിയേ. അത്ലറ്റിക്കോ എങ്ങനെ കിടന്ന സിറ്റുവേഷനിൽ നിന്നും അങ്ങനെ ഒരു നല്ല ടീമിനെ ബിൽഡ് ചെയ്തു. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഒരു ഹയസ്റ്റ് പോയിന്റ് എത്തിയില്ല. ലെറ്റ്സ് ടേക്ക് ഒരു സിമ്പിൾ എക്സാമ്പിൾ പോച്ചറ്റീനോ. ഒരു ഹയസ്റ്റ് ലെവൽ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനൽ വരെ അവരെ എത്തിച്ചു. ടോപ്പ് 4 എപ്പോഴും മേടിച്ചു കൊടുത്തു. മനസ്സിലായി? അവര് ഇത് വന്നിട്ടില്ല, എന്താ ടൈറ്റിൽ റേസിൽ വന്നല്ല. അപ്പൊ ഇവരുടെയൊക്കെ സിറ്റുവേഷനിൽ അവർക്ക് ഒരു പ്രാവശ്യം കണ്ട് ടൈറ്റിൽ 6-7 ഇയേഴ്സ് പീരീഡ് കിട്ടി. ബട്ട് ആർച്ചറ്റയ്ക്ക് ആദ്യത്തെ ആ 2 വർഷം അല്ലാണ്ട് 5th എത്തിച്ചു. പിന്നെ പ്രോഗ്രസ് ടു സെക്കൻഡ് വേർ നോ ആർസണൽ ഫാൻസ് എക്സ്പെക്ടഡ് ടു ബി ഇൻ ടൈറ്റിൽ കണ്ടൻഷൻ. എന്നിട്ട് അത് നമ്മൾ ബോട്ട്ലെസ് എന്ന് പറഞ്ഞു. നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ടൈറ്റിൽ റേസ് നമ്മൾ അവിടം വരെ എത്തിച്ചു. അവസാനത്തെ 10 ഗെയിംസിൽ നമ്മൾ അത്രയും സ്ക്വാഡ് ഡെപ്ത് ഇല്ലാത്ത ടീമിൽ സലിബയ്ക്ക് ഇഞ്ചറി വന്നു, ടോമിയാസുന് ഇഞ്ചറി വന്നു. ദാറ്റ് ഈസ് ദ മെയിൻ റീസൺ വൈ നമുക്ക് ആ സീസൺ നമ്മൾ ടൈറ്റിൽ ബോട്ടിലായി തന്നെ ഇരിക്കട്ടെ. മനസ്സിലായി? എക്സ്പെക്ട് ചെയ്യാത്ത സീസണാണ്. നെക്സ്റ്റ് സീസൺ we were expected to be in title race and we were there. മനസ്സിലായി? നമ്മൾ ഉണ്ടായി. നമ്മൾ ഡ്രോപ്പ് ചെയ്യാത്ത, നമ്മൾ അവസാനത്തെ ജാനുവരി തൊട്ട് നമ്മൾ സത്യം പറഞ്ഞ ഒരു ഗോളിയെ ഡ്രോപ്പ് ചെയ്തിട്ടുള്ളൂ, ഒരു കളിയെ നമ്മൾ തോറ്റിട്ടുള്ളൂ. മനസ്സിലാ? സിറ്റി വെന്റ് ഓൺ എ ഹ്യൂജ് റൺ വേർ ദേ ഡിഡ്ന്റ് ലൂസ്. അവർ അങ്ങനെ ജയിച്ചു. ഓൺലി 2 points ഡിഫറൻസിലാണ് അവർ ജയിച്ചത്. ദാറ്റ് ഈസ് നോട്ട് ബോട്ടിൽ. മനസ്സിലായി? ബോട്ടിൽ ചെയ്തു എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ വേണം കളി ഡ്രോപ്പ് ചെയ്തു എന്ന് പറയാം. ആൻഡ് മേ ബി ബിക്കോസ് ഇറ്റ് ഇസ് സിറ്റി, അതുകൊണ്ട് അവർ ജയിച്ചു ആ സീസൺ. ഈ സീസണിൽ ഇപ്പോഴും ഞാൻ പറയാം നമ്മൾ ടൈറ്റിൽ റേസ് ചെയ്ത് പോയിട്ടില്ല. Who said we are out of title race? മനസ്സിലായി? അതാ പറയാ, we are not out of the title race, but നമ്മൾ ഇപ്പോഴും ആ ഒരു ഇതാണ്. ഈ സീസൺ ഒരു ഭയങ്കര അൺസ്റ്റേബിൾ ആയിട്ടുള്ള സീസൺ ആണ്. കാരണം അതായത് ചെൽസി ഒരു പുതിയ മാനേജറാണ്, ലിവർപൂളിന്റെ പുതിയ മാനേജറാണ് അല്ലെ? അപ്പൊ ഇവരുടെ ഇപ്പൊ ഈ പറഞ്ഞു വരുമ്പോ ഇനി എന്തൊക്കെ വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അവര് രണ്ടുപേരും പെർഫോമൻസസ് ഇനി നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് അല്ലെ സെക്കൻഡ് ഹാഫ് ഓഫ് ദി സീസൺ. ഞാൻ പറയട്ടെ, കഴിഞ്ഞ സീസണിൽ നമ്മൾ ഫസ്റ്റ് ഹാഫിൽ ആ 2 കളി ഫുൾഹാമും വെസ്റ്റ് ഹാമും ഫസ്റ്റ് ഹാഫില് ആ 2 കളി അല്ലാണ്ട് വി ഗേവ് അൾട്ടിമേറ്റ് സ്ട്രെച്ച് ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫ് ആണ് ഒരു കളി ഒഴികെ ബാക്കി എല്ലാം നമ്മൾ ജയിച്ചു, ഡ്രോ പിടിച്ചു, 1-2 ഡ്രോ, ബാക്കിയെല്ലാം ജയിച്ചു. നമ്പർ ഓഫ് ഗോൾസ് സ്കോർ ചെയ്തു. മനസ്സിലായി? 84-89 ആയിരുന്നു നമ്മൾ ആ സീസൺ എത്തിച്ചത്. അതിന് മുന്നത്തെ സീസൺ, കഴിഞ്ഞ സീസൺ എത്രയായിരുന്നു പോയിന്റ്സ്? എത്രയായിരുന്നു? 86-84 അങ്ങനെ എന്താണ് നമ്മുടെ പോയിന്റ്സ് ഉണ്ടായത്. അതോ ആ റേഞ്ച് 84 ആണെന്നാണ് എന്റെ ഓർമ്മ. ആ റേഞ്ച് എത്തിച്ചു. സി അത് ഫസ്റ്റ് ഹാഫില് ഇപ്പം ആർനെ സ്ലോട്ട് വന്നു. ഹി പ്രൂവ്ഡ് ഇറ്റ്, നല്ല രീതിക്ക് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ബട്ട് എൻഡ് ഓഫ് ദ ഡേ പ്രൂവ് ആയിട്ടുണ്ടോ? ഇല്ല. ഫസ്റ്റ് ഹാഫിൽ നല്ല പെർഫോം, നമ്മൾ ആരും ഈ പറയുന്ന ലിവർപൂൾ ഫാൻസ് പോലെ വരെ ഈ ആർനെ സ്ലോട്ടിന്ന് ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല. അത് എത്തിച്ചു പുള്ളിയുടെ ഗെയിം മാനേജ്മെന്റ് എന്നും പറഞ്ഞിട്ട് നമ്മൾ അത് എത്തുന്നതിന് മുന്നേ ഇപ്പൊ ജഡ്ജ് ചെയ്യണം. ആർനെ സ്ലോട്ട് എത്തിച്ചു എന്ന് പറയുന്നതിൽ എനിക്ക് ഇല്ല. അതേ സെയിം കേസാണ് ഇവന്റെയും എൻസോ മറസ്ക. ഇതുവരെ 2 പേരും നല്ല പെർഫോമൻസ് തന്നിട്ടുണ്ട്.
മീൻസ് ആസ് എ കോച്ച് നല്ല സിറ്റുവേഷൻ തന്നിട്ടുണ്ട്. അത് അവര് അൾട്ടിമേറ്റ്ലി എത്തിക്കുന്നുണ്ടോ? അത് തന്നെയല്ലേ ആർച്ചറ്റ അടുത്തും എല്ലാരും ചോദിച്ചോണ്ടിരുന്നത്. ഇതുവരെ നല്ല പെർഫോമൻസ് നീ കൊടുത്തു, ഇവർക്ക് വേണ്ടി ഒരു ടൈറ്റിൽ എടുത്തു കൊടുക്കണം. ദാറ്റ് ഈസ് യുവർ അൾട്ടിമേറ്റ് ഗോൾ. അത് തന്നെയാണ് അവർക്കും വരുന്നത്. ആസ് എ കോച്ച് എവ്രി വൺ അതാണ്. ഫസ്റ്റ് സീസണിൽ ഇവർക്ക് ഇത്രയും പെർഫോമൻസ് ആ ടീമുകളിൽ നിന്നും എടുക്കാൻ പറ്റുന്നതിന്റെ ഏക ഡിഫറൻസ് ഞാൻ പറയാം, ആർച്ചറ്റയ്ക്ക് കിട്ടിയ ടീമല്ല ഇവർക്ക് രണ്ടുപേർക്കും കിട്ടിയത്. ഒരു സ്റ്റേബിൾ സ്ക്വാഡിനെയാണ് രണ്ടുപേർക്കും കിട്ടിയത്. അത് ആർച്ചറ്റയ്ക്ക് കിട്ടിയില്ലായിരുന്നു ഇനീഷ്യലി. അതുകൊണ്ട് ആർച്ചറ്റയ്ക്ക് ഫസ്റ്റ് സീസണിൽ ഈ രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ല. കഴിഞ്ഞ വർഷം നമുക്കുള്ള ടീമാണ് ആർച്ചറ്റയ്ക്ക് കഴിഞ്ഞ വർഷം തന്നെ മീൻസ് ഇനീഷ്യലി വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ആർച്ചറ്റ സെയിം പെർഫോമൻസ് കൊടുപ്പിച്ചേനെ. കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്ത സെയിം പെർഫോമൻസ് കൊടുപ്പിച്ചേനെ, ടാക്ടിക്കലിയും എല്ലാം കൊണ്ടും. മനസ്സിലായോ? അതിന് വ്യത്യാസമില്ല. നമുക്ക് അത്രയും വീക്ക് സ്ക്വാഡ് ആയിരുന്നു നമുക്ക് ബിൽഡ് ചെയ്തുകൊണ്ടിരുന്ന, അത്രയും വീക്ക് സ്ക്വാഡ് ആയിരുന്നു. ക്ലോപ്പ് വിട്ടുപോയപ്പോഴും സ്റ്റേബിൾ ബേസ് ഉണ്ടായിരുന്നു ലിവർപൂളിന്. സ്റ്റേബിൾ ബേസ് ചെൽസിക്ക് കുറെ പ്ലേയേഴ്സിനെ വാങ്ങിച്ചു വെച്ചിട്ട് അവിടെ സ്റ്റേബിൾ ബേസ് ഉണ്ടാക്കാനുള്ള എല്ലാ പ്ലേയേഴ്സും ഉണ്ടായിരുന്നു. അവനില്ലെങ്കിൽ ഇവൻ എന്ന് പറഞ്ഞ ഓപ്ഷൻസ് കുറെ ഉണ്ട്. അപ്പം ഈസിയർ ടു ചൂസ്. ഇഫ് ഒരു ടാക്ടിക്സ് ഉണ്ടായിരുന്നെങ്കിൽ ഈസിയർ ടു ചൂസ് ആണ് എൻസോ മറസ്ക. പൊച്ചറ്റിനോയ്ക്കാണെങ്കിലും മറ്റേ അതിന് മുന്നുള്ള കോച്ചായിരുന്നടാ പറഞ്ഞ പൊച്ചറ്റിനോയ്ക്ക് മുമ്പ് ഉച്ചല ഗ്രാം പോട്ടർ ആണെങ്കിലും അവർക്ക് ടാക്ടിക്കലി ഇവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ഒരു പ്രോപ്പർ ടാക്ടിക്സ് ഇല്ലാണ്ടാണ് ഇത്രയും പ്ലേയേഴ്സിനെ വെച്ച് അവർ നോക്കിയത്. മനസ്സിലായി? ഇങ്ങേർക്ക് നല്ല ടാക്ടിക്സ് ഉണ്ട്, ആർനെ സ്ലോട്ടിനും ടാക്ടിക്സ് അറിയാം, അതുകൊണ്ട് പോയി. ബട്ട് അത് അൾട്ടിമേറ്റ്ലി എത്ര നാൾ കൊണ്ടുപോകും എന്നാണ് നമ്മൾ കണ്ടത്. അത് എൻഡ് ഓഫ് ദ സീസൺ ഓക്കെ ഫൈൻ, വിൻ ചെയ്ത് കഴിഞ്ഞാൽ ഗ്രേറ്റ് അച്ചീവ്മെന്റ് ഫോർ ദം രണ്ടുപേർക്കും. അത് ഞാൻ പറയുന്നുള്ളൂ. ബട്ട് ഞാൻ ആസ് എൻ ആർസണൽ ഫാൻ ഇവിടെ ഇരുന്നിട്ട് ആർച്ചറ്റ ആ ഒരു അൾട്ടിമേറ്റ് എൻഡിൽ ജയിക്കണം എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ അത് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആസ് എ ഫാൻസ് എക്സ്പെക്ടേഷൻ വെക്കുന്നത് നമ്മൾ ഇനി ഒരു കളി തോക്കാണ്ട് ഫ്രണ്ടിൽ പോകണം, എന്നാലേ നമുക്ക് ആ അച്ചീവ്മെന്റ് എത്തുള്ളൂ. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അത് പ്ലേയേഴ്സിനെ കൊണ്ടുവരുന്നത് ആർച്ചറ്റയുടെ കഴിവ്. എനിവേ, അപ്പൊ നമുക്ക് പതുക്കെ നെക്സ്റ്റ് മാച്ച്, അതായത് ഇനി വരാൻ പോകുന്ന മാച്ച് ഇപ്സ്വിച്ച് ആയിട്ടാണ്. അതുൽ ബ്രോ, ഇനി എന്താണ് ഇപ്സ്വിച്ച് വരുന്ന മാച്ചസും? അത് കഴിഞ്ഞങ്ങോട്ടൊരു ഇച്ചിരി ടഫ് മാച്ച് ഉണ്ട്. ഭയങ്കര ടഫ് അല്ല, എന്നാലും സ്റ്റിൽ പ്രീമിയർ ലീഗിനെ സംബന്ധിച്ച് കുറച്ച് ടഫ് ഫിക്സ്ചേഴ്സ് ആണ്. ലൈക്ക് ബ്രെൻഫോർഡ് അവേ ആണ് വരുന്നത്. അത് കഴിഞ്ഞ് സ്പേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു അതിനകത്ത്. അങ്ങനെ ഒരു ലിസ്റ്റ് ഓഫ് ഫിക്സ്ചേഴ്സ് ജാനുവരിയിൽ വരുന്നുണ്ട്. സോ ഈ പറഞ്ഞ ഈ ഇപ്സ്വിച്ച് മാച്ച് വരുമ്പോ എന്താണ്, ഇപ്സ്വിച്ച് മാച്ചിലോട്ട് വരുമ്പോ എന്താണ് തോന്നുന്നത്? അത് ഇപ്സ്വിച്ച്, നമ്മളിപ്പോ ഇപ്സ്വിച്ച് ആയാലും സതാംപ്ടൺ ആയാലും കുറച്ച് ടീം നമ്മൾ ഈ ഒരു റെലഗേഷൻ ബാറ്റിൽ കിടക്കുന്ന കുറച്ച് ടീമിനെ നമ്മൾ ഒരു അവസാനത്തേക്ക് എത്തിയിട്ടില്ല കോമ്പറ്റീഷന്റെ. അപ്പൊ എന്തൊക്കെയായാലും അവരിപ്പോ ആ ഒരു പോരാട്ട വീര്യം കാണിക്കുമെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും ഇല്ല. അവരൊരു കോമ്പറ്റീഷൻ അല്ല, അവരെങ്ങനെയെങ്കിലും ആ ഒരു മിക്സിൽ കിടക്കാനേ നോക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ടീമുകളോട്, കുഞ്ഞൻ ടീമുകളോട് എന്തൊക്കെയായാലും 3 പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഈ അൾട്ടിമേറ്റ്ലി ആ ഒരു പോയിന്റ് ആയാലും നമുക്ക് ഉയർത്താൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ ചെൽസിയുടെ ആയാലും ലിവർപൂളിന്റെ ആയാലും അവർ നല്ലൊരു റണ്ണ് നടത്തുന്നുണ്ട് അവിടെ. പക്ഷെ അത് നമ്മൾ ബോധം ചെയ്യേണ്ട ആവശ്യമില്ല. ആക്ച്വലി ഇൻഫാക്ട് ഞാൻ വിശ്വസിക്കുന്നത് അവര് നമ്മളുടെ 2-3 പോയിന്റ് ഫ്രണ്ടിൽ നിന്ന് പോകുന്നത് തന്നെയാണ് നമുക്ക് നല്ലത്. ആ ഒരു പ്രഷർ ഒരിക്കലും നമുക്ക് ഉണ്ടാവില്ല. ഇപ്പൊ കഴിഞ്ഞ നമ്മൾ 2 സീസൺ മുമ്പ് അൺഎക്സ്പെക്ടഡ്ലി നമ്മൾ ഒരു ടൈറ്റിൽ കണ്ടന്റർ ആയതിനു ശേഷം അത് കുറെ പ്രഷർ പേഴ്സണലി ഐ ഫീൽ ലൈക്ക് നമ്മളെ പ്ലേയേഴ്സിന് ഉണ്ടായിരുന്നു അത് കീപ്പ് അപ്പ് ചെയ്യാൻ. ബിക്കോസ് സിറ്റി നമുക്കറിയാം അവർ അവസാനത്തെ ഒരു 15 കളി അവർ എന്തൊക്കെയാലും പോയിന്റ് ഡ്രോപ്പ് ചെയ്യത്തില്ല. സോ നമ്മൾ ഒരു കളി ജയിക്കുമ്പോൾ അവർ അതിന്റെ കൂടെ പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ പ്ലേയേഴ്സിന് ഓരോ ഗെയിം കഴിയുമ്പോൾ ആ ഒരു പ്രഷർ സക്കം ചെയ്യാനായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആ സമയത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിന് പകരം ഇപ്രാവശ്യം ഇതിലോട്ട് വരുമ്പോൾ ഈ ഒരു സ്റ്റേജ് ഓഫ് കോമ്പറ്റീഷൻ വരുമ്പോൾ 17 കളി കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് ലിവർപൂളിന് ഒരു കളി കയ്യിലുണ്ടെന്ന് തോന്നുന്നു. നമ്മളിപ്പോഴും മിക്സിലുണ്ട്. ആ മിക്സിൽ കിടന്ന് ഇപ്പൊ റണ്ണിങ് റേസ് പോകുന്ന പോലെ ആദ്യമേ ഇറങ്ങി ഓടി ഒരു സിറ്റിയെ പോലെ ടോപ്പ് ചെയ്ത് പോകാൻ പറ്റിയ ഒരു സ്ക്വാഡ് അല്ല നമ്മളുടെ ഒരു സ്ലോ ബിൽഡിങ്, ഒരു കപ്പ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ കപ്പ് ആയാലും ഇതായാലും പോയിന്റ്, ഒരു കളിയിൽ നിന്ന് പോയിന്റ് നമ്മൾ തോക്കുകയല്ല നമ്മളെ മോട്ടോ. ഫ്രം വാട്ട് ഐ അണ്ടർസ്റ്റാൻഡ്, ഒരു കളിയിൽ നിന്ന് ഒരു പോയിന്റ് എങ്കിലും ആയിട്ട് നമ്മൾ ആ കളി തീരുമ്പോൾ ഒരു പോയിന്റെങ്കിലും നമ്മുടെ കയ്യിൽ ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മളുടെ ഒരു കൈൻഡ് ഓഫ് പോളിസി എന്ന് ഞാൻ ബിലീവ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നീ പറഞ്ഞ പോലെ ഇനിയുള്ള ലൈൻ ഓഫ് ലെങ്ത്, അരുൺ പറഞ്ഞ പോലെ ഒരു ലൈൻ ഓഫ് ഗെയിം വരുമ്പോൾ ഇപ്പൊ ഇപ്സ്വിച്ച് ആണെങ്കിലും ബ്രെൻഫോർഡ് ആണെങ്കിലും ബ്രൈറ്റൺ ആണെങ്കിലും ഇതെല്ലാം നമുക്കൊരു ആ ഒരു ഇനി ചെറിയ ടീം വലിയ ടീം നോക്കേണ്ട ആവശ്യമില്ല. 3 points is what it matters. അത് കിട്ടുക, മിക്സിൽ തന്നെ കടന്നു പോവുക. then others if they drop നമ്മൾ അവിടെ ഉണ്ടാവും. we should be there. അത്രേ ഉള്ളൂ. പിന്നെ അതിന്റെ കൂടെ തന്നെ വേറെ കാര്യം പറഞ്ഞു പോട്ടെ,
എനിക്ക് തോന്നുന്നു ബ്രെൻഫോർഡ് മാത്രമാണ് തോന്നുന്നു നമ്മൾ എവേ, എനിക്കറിയത്തില്ല, നിങ്ങൾക്ക് കൺഫേം ചെയ്യാം. അടുത്തൊരു 6-7 കളികൾ ഇനി ഹോമാണ് കളിക്കാൻ പോകുന്നത് തോന്നുന്നു, ഇല്ല അക്രോസ് ഓൾ കോമ്പറ്റീഷൻ. അല്ല, ആക്ച്വലി ബ്രെൻഫോർഡ് കഴിഞ്ഞാൽ ബ്രൈറ്റൺ ഒരു അവയുണ്ട്, അതും ഒരു ടഫ് മാച്ച് ആണ്. പിന്നെ FA കപ്പ് യുണൈറ്റഡ് ഉണ്ട്, അത് കഴിഞ്ഞ് സ്പേഴ്സ് ഹോം, പിന്നെ ആസ്റ്റൺ വില്ല ഹോം, അങ്ങനെ കുറച്ച് ഹോം ഗെയിം ഉണ്ട്. എനിക്ക് തോന്നുന്നു അതെ പ്രീമിയർ ലീഗിൽ ഇന്നലെ ഇപ്പൊ ബ്രെൻഫോർഡ് കൂടി തോറ്റപ്പോ ഹോമിൽ തോക്കാത്ത ഏക ടീം നമ്മളാണ്. അതാരും പറയുന്നില്ല. ഹോമില് നമുക്ക് നമ്മുടെ ഹോം റെക്കോർഡ് ഈസ് വെരി ഗുഡ് ദിസ് സീസൺ. രണ്ടാമത്തെ കാര്യം, ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഈ ടീം വേറൊരു ഫാക്ട് ഞാൻ വായിച്ചതാ, ഈ ഒരു സീസൺ 3 ഗോൾ കൺസീഡ് ചെയ്ത വേറൊരു ടീം ഇല്ല. നമ്മ ലിവർപൂള് ന്യൂകാസിനോട് കൺസീഡ് ചെയ്തപ്പോ അതും പോയി. നമ്മൾ 3 ഗോൾ കൺസീഡ് ചെയ്തിട്ടില്ല. ഈ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ വേറൊരു കാര്യം, നമ്മുടെ ഫോം ഈസ് വെരി ഗുഡ്. നമ്മൾ ആ ഒരു കഴിഞ്ഞപ്പോ 10 മാച്ചസിൽ നമ്മൾ അൺബീറ്റൺ ആണ്. നമ്മൾ 3-0 നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് 5 അടിച്ചു, വെസ്റ്റ് ഹാമിന്റെ നമ്മൾ മൊണാക്കോക്കെതിരെ 3 കൊടുത്തു. അപ്പൊ ആ ഇടയ്ക്ക് വെച്ചാൽ ഫുൾഹാം എവർട്ടൺ, അവിടെയാണ് നമ്മളുടെ ഒരു ഗോയിങ് ഫോർ ദ ത്രോട്ട് എന്നൊക്കെ പറയത്തില്ല, അവര് വിൻ എങ്ങനെയും 3 പോയിന്റ് കിട്ടാന്നുള്ളൊരു പോകുന്നത്, കയ്യിൽ നിന്ന് പോകുന്നത്. അതുകൂടി കിട്ടി കഴിഞ്ഞിരുന്നെങ്കിൽ പിന്നെ കംഫർട്ടബിൾ പൊസിഷൻ ഉണ്ടാവും. പക്ഷെ അതുകൊണ്ട് ഇത്രയും പറഞ്ഞു വെച്ചത് ആർട്ടറ്റ ഔട്ടെന്നോ അല്ലെങ്കിൽ ആർട്ടറ്റ മാറ്റുന്നോ ചെറുതായിട്ടൊരു ഫാൻ സെക്ഷൻ വരെ ഡൗട്ട് ആയിട്ട് ചോദിക്കാൻ അവർ പറഞ്ഞു. അത് അരുൺ ബ്രോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. നമ്മൾ ഭയങ്കര ദയനീയമായിട്ടുള്ള പ്രകടനമല്ല നമ്മൾ കാഴ്ചവെക്കുന്നത്. ദയനീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സിറ്റുവേഷനിൽ ചില പ്ലേയേഴ്സ് കാണിക്കുന്ന ദയനീയ പെർഫോമൻസസ് ഉണ്ട്. ശരിയാണ്. അത് മാത്രമേ ഇവിടെ പറയാനുള്ളൂ. സി ഇപ്പൊ എത്രയൊക്കെ ഞാൻ പറഞ്ഞു, എത്രയൊക്കെ ആർജറ്റ പറഞ്ഞു, അവൻ കളിക്കാത്തത് ആർജറ്റയുടെ കുഴപ്പമാണോ? മനസ്സിലായി. റീപ്ലേസ്മെന്റ് നമ്മുടെ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ഒന്നും കൂടെ കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആയിട്ട് ചെയ്തില്ല. ദാറ്റ് ഈസ് വൺ മിസ്റ്റേക്ക്, അതെന്തായാലും പറയാം. പക്ഷേ അത് ചെയ്തില്ല. അതിന്റെ റീസൺസ് ആർജറ്റ ആണെന്ന് നമുക്ക് ഉറപ്പുണ്ടോ? ഇല്ല. മേ ബി എഡൂഡ് ആയിരിക്കാം, മേ ബി നമുക്ക് ആ പ്ലെയർ കിട്ടാതിരുന്നതായിരിക്കാം, മേ ബി ബാക്കപ്പും നമ്മൾ പ്രതീക്ഷിച്ചത് കിട്ടിയില്ലായിരിക്കാം, മേ ബി. സി ജസ്റ്റിഫിക്കേഷൻസ് പല രീതിയിലും കൊടുക്കാം. ആർജറ്റ വാങ്ങിച്ചില്ല എന്നും പറയാം, മനസ്സിലായോ? കുറ്റപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും പറയാം, ഇങ്ങനെയും പറയാം. സോ വി ഡോണ്ട് നോ ദ എക്സാക്ട് ട്രൂത്ത്. അപ്പം വാങ്ങിച്ചില്ല, അത് ആർസണൽ ആസ് എ ക്ലബ്ബ് അത് മിസ്റ്റേക്ക് ആണ്. നമ്മൾ ചെയ്യണമായിരുന്നു, 1-2 പ്ലേയേഴ്സിനെയും കൂടെ നോക്കണമായിരുന്നു. ടൈം എടുത്ത് സൈനിങ് എടുക്കുന്നതിനെക്കാട്ടും കുറച്ചും കൂടെ കൂടുതൽ പെട്ടെന്ന് സൈൻ ചെയ്യണമായിരുന്നു. ലാസ്റ്റ് മൊമെന്റ് സെർലിങ്ങിനെ വെക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നും പറഞ്ഞ് ഇപ്പം 2 കളി സാക്ക ഒഡേഗാർഡ് ഇല്ലാത്തപ്പം ആർജറ്റ ഡിപ്പെൻഡന്റ് ഓൺ സാക്ക ബേസ്ഡ് ടീം, കോർണർ ബേസ്ഡ് ടീം, കോർണർ FC. ഈ പറയുന്ന ഒരു ഫാനും ഒരു ടീമും വേറെ ഒരു പണ്ഡിറ്റ്സും റോഡ്രി FC എന്ന് പറഞ്ഞ് സിറ്റിനെ വിളിക്കുന്നുണ്ടോ? നമ്മൾ കളിയാക്കാൻ ബാറ്ററിയെ വിളിക്കുന്നല്ലാണ്ട് പണ്ഡിറ്റ്സിന് പറയാനൊന്നുമില്ല. സിറ്റിയുടെ കാര്യം പറയുന്നത് ആരും ആക്ച്വലി സിറ്റിയെ കുറിച്ചൊന്നും പറയുന്ന പോലും ഇല്ല. ആരും ഇത്രയും പോയ റൺ ഓഫ് ഫോമിൽ പോലും. അപ്പം ബയസും വരുന്നത് അവര് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അവരെന്തുകൊണ്ട് പറയുന്നില്ല? ഇത് ഞാൻ പറയാൻ കാരണം അവരെന്തുകൊണ്ട് പറയാം, അവർ 6-7 വർഷം ജയിച്ചു കഴിഞ്ഞു. അപ്പൊ ഈ സീസൺ അവർക്ക് തോറ്റാലും കുഴപ്പമില്ല എന്നൊരു സിറ്റുവേഷൻ കൊണ്ട് അവരൊന്നും പറയുന്നില്ല, മനസ്സിലായോ? കഴിഞ്ഞ ദിവസം പ്രസ് കോൺഫറൻസിൽ കയറിയിട്ട് ഗീവ് മീ മൈ പ്ലേയേഴ്സ്, ഐ വിൽ ഷോ യു വാട്ട് ഇറ്റ് ഈസ്. ഞാൻ പറയട്ടെ, അങ്ങനെയാണെങ്കിൽ ഗീവ് സാക്കിനെ കൊടു. സാക്ക് ഇഞ്ചറി ഇല്ലായിരുന്നെങ്കിൽ, ഒഡേഗാർഡ് ഇഞ്ചറി ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ തോക്കേണ്ട കളി ബോൺമൗത്ത് ആയിട്ടുള്ള കളി തോക്കൂലായിരുന്നു, മനസ്സിലായി? ഞാൻ പറഞ്ഞു വരുന്നത്, ഇഞ്ചറി വന്നു, ദാറ്റ് ഇസ് ദ കേസ്. സിറ്റുവേഷൻ നമുക്ക് അങ്ങനെ അനുകൂലം. ഇപ്പം കഴിഞ്ഞ കാലത്തെ വെച്ച് കഴിഞ്ഞ കളികൾ നമ്മൾ പെർഫോമൻസ് ചെയ്തില്ല എന്നും പറഞ്ഞ് അതിനെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ ഇപ്പൊ നല്ലത് കാണുമ്പോൾ നല്ലതും ക്രിട്ടിസൈസ് ചെയ്യുക, ഫ്യൂച്ചറിൽ പോസിറ്റീവ് എക്സ്പെക്ടേഷൻസ് വെക്കുക. ലാസ്റ്റ് ഫാൻസ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം പോസിറ്റീവ് എക്സ്പെക്ടേഷൻസ് വെക്കുക. നമ്മൾ എക്സ്പെക്ടേഷൻസ് വെക്കുക, ജാനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ പക്കയായിട്ട് കൊടുക്കുക. 1-2 മേജർ പ്ലേയേഴ്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഐ എം ഷുവർ നമ്മൾ എന്തായാലും നല്ലൊരു പെർഫോമൻസ് കൊടുക്കും. വി ആർ സ്റ്റിൽ ടൈറ്റിൽ റേസ് ഈസ് ഫാർ ഫ്രം ഓവർ ബൈ ദ വേ. അത് നമുക്ക് അതിനെ കുറിച്ച് ഇപ്പോഴും സംസാരിക്കാം. കാരണം there's a lot of matches. ഇപ്പൊ തന്നെ ഞാൻ വെറുതെ എടുത്തുന്ന ടേബിൾ നോക്കിയപ്പം ബോറിംഗ് ആർസണൽ ആൻഡ് കോർണർ FC എന്ന് പറഞ്ഞ ആ ടീം സ്കോർ ചെയ്തിരിക്കുന്നത് 34 ഗോളാണ്. 34 ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്. നമ്മളെക്കാളും കൂടുതൽ സ്കോർ ചെയ്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് ചെൽസിയാണ്, 37. and also Tottenham also 36 goals score ചെയ്തിട്ടുണ്ട്. അത് വേറൊരു ലോകമാണ്, അത് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. വേറൊരു ലോകമാണ് അത്. അവരുടെ ഗീവൻ ദിവസം അവര് കളിക്കുന്നത് മാൻ സിറ്റി പോലെ ആയിരിക്കും, പക്ഷെ അല്ലെങ്കിൽ അവര് മറ്റേ സ്റ്റോക്ക് സിറ്റി പോലെയാണ് അവരുടെ ഗെയിം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമുക്ക് മനസ്സിലാവില്ല ആ ലോജിക്ക് നമുക്ക് കാരണം
ഇറ്റ്സ് പോട്ടെ, അതിനെ കുറിച്ച് നമുക്ക് അത് പറയണ്ട. പറയേണ്ട ആവശ്യമില്ല. അത് പറയേണ്ട ആവശ്യമില്ല. പറയേണ്ട ആവശ്യമില്ല. ബട്ട് ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, ടൈറ്റിൽ റേസ് ഇല്ല എന്നൊക്കെ പറയുമ്പോഴും ഇതുപോലെ ഈ ഇങ്ങനത്തെ സ്റ്റാറ്റ്സ് നോക്കുമ്പോൾ ലിവർപൂളിൽ 31 ഗോളേ ഉള്ളൂ. തിങ് ഇസ് ഡിഫെൻസീവ്ലി വെരി ഗുഡ് ദിസ് സീസൺ. അത് നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. ഇപ്പം എനിവേ ഇപ്പൊ ഇന്നത്തെ ഈ ഒരു റിവ്യൂ ഇനിയിപ്പം നെക്സ്റ്റ് മാച്ച് ഇപ്സ്വിച്ച് മാച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഒന്നുകൂടെ ഒരു ഡിസ്കഷൻ വെക്കാം. അപ്പം ഇപ്പോഴത്തെ ഒരു സ്കോർ വെച്ചിട്ട് ഇപ്പൊ ലിവർപൂൾ സ്പേഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് 1-0 ലിവർപൂൾ എന്നൊക്കെ എനിക്ക് കാണുന്നുണ്ട്. സോ anyway let's see. Fingers crossed. നമുക്ക് ഇനിയും it's still far from over അല്ലേ ഗൈസ്? അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടെ പതുക്കെ എൻഡ് ചെയ്യാം. ആൻഡ് താങ്ക് യു ഗൈസ് ഫോർ ജോയിനിങ്. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പം താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ ദ ഡിസ്കഷൻ. താങ്ക് യു. കമോൺ യു ഗണ്ണേഴ്സ്. അപ്പം ഓക്കെ ഗൈസ്, അപ്പൊ അതായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇനിയും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾസോ നിങ്ങളുടെ കമന്റ്സും കൂടെ, നിങ്ങളുടെ വ്യൂസും ഒപ്പീനിയൻസും കൂടെ കമന്റ്സിൽ ഇടുക. ആൻഡ് വിൽ ബി വെരി ഇൻട്രസ്റ്റഡ് ടു നോ യുവർ തോട്ട്സ് as well. So okay, see you soon in the next video. Thank you so much.